അബഹയിലെ കോളേജിൻ്റെ അടുത്തുള്ള ചെറിയൊരു പാർക്കുണ്ട്, കുക്കു പാർക്ക് എന്നതിൻ്റെ പേര്. അതിലുള്ള കുറച്ച് നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഈ നേഴ്സറിയിൽ നിന്ന് ചെറിയ ചെറിയ ഫ്ലവേഴ്സെല്ലാം ആക്കിയിട്ട് ഇവിടെ അടുത്തുള്ള കോളേജിലെല്ലാം കൊണ്ടുവന്ന് വെക്കുന്ന നല്ല രസമാണ് ആ പാർക്ക് കാണാൻ. അതിൻ്റെ ചെറിയ വിശേഷങ്ങൾ കാണാം. ചെറിയ പാർക്കാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്നാണ് ഈ ഫ്ലവറെല്ലാം റെഡിയാക്കുന്നത്. ചെറിയൊരു ഫാം പോലെ ആക്കിയിട്ട് കുറേ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ എല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വലുതാവുമ്പോൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നടും, ഓരോ പാർക്കെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കൂടുതലും ഇവിടെയുള്ള അടുത്തുള്ള കോളേജുകളിലെ ഫ്രണ്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഫുള്ള് മേൽനോട്ടം ഒരു പാകിസ്ഥാനിക്കാണ്. അയാളോട് കുറേ വർഷമായി വന്നിട്ട് ഇവിടുത്തെ ഈ ചെടിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും ഇത് ഓൺ വോയിസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നമുക്ക് ഇവിടെ ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമാണ്, അതുകൊണ്ട് തണുപ്പും കൂടുതലാണ്. അപ്പം നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിതക്കും, നല്ല കിതക്കും. അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം ചെയ്തു വെച്ചത് പിന്നീട് കട്ടാക്കുക ചെയ്തത്. സ്പീഡിൽ സംസാരിക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടലുണ്ടാവും. അത് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നമാണത്. എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണത്. നമ്മൾ നേരത്തെ കണ്ട ഓരോ ചെടികളില്ലേ, അത് പുറത്ത് വന്ന് വലുതായി കഴിയുമ്പോൾ ഈ ഏകദേശം ഈ ഒരു രൂപം ഉണ്ടാവുകയെ, നല്ല ഫ്ലവറെല്ലാം അതിലായിട്ടുണ്ടാവും, ഒരു പ്രത്യേക ഒരു കളറ്. അവിടെ നിന്ന് എല്ലാം ചെയ്ത് കൊണ്ടുവരുന്നത് വലുതായി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യുക. ഇതുണ്ട് കാണാനൊരു റംബൂട്ടാൻ്റെ അങ്ങനെ എന്തോ ഒരു റംബൂട്ടാനാണ് തോന്നുന്നു. നമ്മളെ കറ്റാർവാഴൻ്റെ എല്ലാം ഒരു ഷേപ്പുള്ളൊരു നല്ല രസമുണ്ട് ഇത് കാണാൻ. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തെല്ലാം നമ്മൾ ഒന്ന് വെച്ചാൽ തന്നെ ഇത് നല്ലൊരു കുറേ ഉള്ളതുപോലെ തോന്നും. ഇത് പിന്നെ ആ നേരത്തെ കണ്ട ആ ചെടികളാണ്. അതായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും, നല്ല കളറുള്ള പൂക്കൾ. ആ പാർക്കിൻ്റെ നടുക്കൻ ഒരു പാലെല്ലാം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ വെള്ളമെല്ലാം പോകും. അതിൻ്റെ തറ്റത്ത് തന്നെ വേറൊരു വലിയ പാലം കൂടിയുണ്ട്. പക്ഷേ ഇതിങ്ങനെ നല്ല കളർ ചെയ്ത് ചെറിയൊരു പാലെല്ലാം ആക്കി വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഫ്ലവർ നട്ടിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിൽ കയറി അപ്പുറത്തേക്ക് പോയി. ഇത് ഇരുമ്പാണ്, നല്ല ഉറപ്പുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് മരത്തിൻ്റെ സെറ്റ് ചെയ്തതാണ്, പക്ഷേ അത് ഇരുമ്പാണ് സംഭവം. ഇതാണ്ടോ, തറ്റങ്ങ് വരെ ഓവുണ്ട്. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളമെല്ലാം പോകുമ്പോൾ ഇതിലും ഭംഗി ഉണ്ടാവും കാണാൻ. ആ ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചത് കണ്ടോ, ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു വർക്കുണ്ട് ഈ പാർക്കിൽ മൊത്തം കാണാൻ. ആ കൊട്ട പോലെ ആക്കിയിട്ട് അതിൻ്റെ ചുറ്റിനും ചെടി നട്ടിട്ട് ദൂരത്തു നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടത്. ഓരോ ഇങ്ങനെ റൗണ്ടായിട്ടുള്ളത്. സാധാരണ നമ്മൾ കിണറെല്ലാം ആക്കിയിട്ട് കപ്പിയെല്ലാം ആക്കി വെക്കില്ല, അതുപോലെ ഉണ്ട്. ഇത് ഈ ഒരു ഫ്ലവർ കണ്ടോ, ഇതിൻ്റെ ഒരു കളർ ഭയങ്കര വെറൈറ്റിയാണ്. ഇങ്ങനത്തെ കളറുള്ള കണ്ടിട്ടില്ല. ഇതിൽ ഫ്ലവറൊന്നുമില്ല, ആ ചെടീൻ്റെ ആ കളർ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നേരിട്ട് കാണാൻ ഇതിലും രസമുണ്ട്. ഒരു പ്രത്യേക ഒരു കളറ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം കണ്ട ആ ഒരു ചെടിയും പിന്നെ ഇപ്പോൾ ആ കണ്ട ഒരു വെറൈറ്റി കളറില്ലേ, അതെല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ആ പാർക്കിൽ. ഫോട്ടോസെല്ലാം എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. ആരെങ്കിലും ഒരാളും കൂടി ഉണ്ടെങ്കിൽ കുറേ ഫോട്ടോസെല്ലാം എടുക്കായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റക്കാണ് പോയത്, അതുകൊണ്ട് ഒന്നും ഇങ്ങനെ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ, ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പാർക്ക് അത്യാവശ്യം വലുതാണ്, വലിയ പാർക്കാണ്, വലിയ മരങ്ങളും. പിന്നെ ഒരു സൈസ് ഈ നമ്മളെ നാട്ടിൽ ചില വീടുകളുടെ ഫ്രണ്ടിലുണ്ടാവും ഇങ്ങനത്തെ ചെടികൾ മതിൽ പോലെ ആക്കി വെച്ചിട്ട് കാണാൻ. ആ ഏകദേശം ആ ഒരു അതേപോലെ ഉണ്ട്, പക്ഷേ ഇത് ചെടി മാറ്റമുണ്ട്. നമ്മളെ നാട്ടിലുള്ള ഇതല്ല. അത് ചില നമ്മളെ വീടിൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല ഇങ്ങനെ മതിൽ പോലെ ആക്കി വെച്ചിട്ട്, അതേപോലെ ഉണ്ട് കാണാൻ. പക്ഷേ അത് അടുത്തുനിന്ന് നോക്കുമ്പോൾ അതല്ല, വേറൊരു ചെടിയാണ്. ഇതാണ് ആ പാർക്ക് മൊത്തത്തിൽ വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. പുറത്തുനിന്ന് നോക്കുമ്പോൾ കുറേ മരങ്ങളും ഒരു എന്താ പറയുക, ഒരു എക്കോ ഫ്രണ്ട്ലി പാർക്കാണ്. അങ്ങനെ അതായത് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല.
ഉള്ള ഐറ്റംസുകൾ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ചെടി കണ്ടോ നിങ്ങൾ? പണ്ട് നമ്മളെ നാട്ടിലെ അച്ചായന്മാരെ വീട്ടിൻ്റെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനത്തെ ചെടി വെച്ചിട്ട് ഒരു മതിൽ പോലെ ആക്കിയിട്ടുണ്ടാവും. ഏകദേശം അതുപോലെ ഉണ്ട് ഇത് കാണാൻ.